എന്റെ അന്വേഷണം ഞാൻ നിർത്തി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ, ഞാൻ അന്വേഷണത്തിലാണ്. എന്താ ദശപുഷ്പത്തിൽ തുമ്പപ്പൂ ഇല്ലാത്തത്? തുമ്പപ്പൂവിന് എന്തിനെങ്ങനെ തഴഞ്ഞത്? എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തുമ്പപ്പൂവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെന്റെ കൂടെ ജോയിൻ ചെയ്യാണ്. ഹലോ, ഡോക്ടർ മാഹിൻ ഷാ ഫരീദ്, ആയുർവേദ ഹോസ്പിറ്റലിൽ ആറുമായിട്ട് വർക്ക് ചെയ്യാണ്. ഡോക്ടർ മഹിൻ ഷാ, ഞാൻ അന്വേഷണത്തിലാണ് കേട്ടാ, തുമ്പപ്പൂവിനെ പറ്റിയിട്ടുള്ള. ഈ തുമ്പപ്പൂ വൈറ്റ് കളറിലാണല്ലോ. അതെ. അപ്പൊ അതൊരു ഓസ്പീഷ്യസ് ഡ്രഗ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത് നമ്മള്. ഓക്കെ, കുറച്ചും കൂടെ കിട്ടാനുണ്ടേ. പണ്ട് മുതൽ ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിലും ഓസ്പീഷ്യസ് എന്ന് പറയുന്നത് വൈറ്റ് കളറായിട്ടാ പറയുന്നത്. അപ്പൊ നമ്മള് ഫ്ലവർ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ വൈറ്റ് ഡ്രസ് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഓസ്പീഷ്യസ് രീതിയിൽ. അതുകൊണ്ടാണ് അത് ആ ഒരു ഓസ്പീഷ്യസ് രീതിയിലാണ് നമ്മൾ അത്തപ്പൂക്കളത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ. ആയുർവേദത്തിലേക്ക് വരുമ്പോ ദ്രോണപുഷ്പി എന്നും പറഞ്ഞാണ് അതിന് പറയുന്നത്. തുമ്പപ്പൂവിന്റെ പേരാണ് ദ്രോണപുഷ്പി അല്ലേ? ദ്രോണപുഷ്പി. ദ്രോണം എന്ന് പറയുമ്പോൾ വെസൽ എന്നാണ് അർത്ഥം, ഇങ്ങനെ പാത്രം എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ ഫ്ലവറിന്റെ അറേഞ്ച്മെന്റ് ആ പാത്രം പോലെ ഉള്ളത് കൊണ്ട് ദ്രോണപുഷ്പി എന്ന് പറയുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ ആക്ഷൻസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ ആന്റിപൈരറ്റിക് ആക്ഷൻ ഉണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്, പിന്നെ ആന്റി മൈക്രോബിയൽ ആക്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ നമ്മൾ ഈ പണ്ട് കാലത്ത് ഇതിന്റെ ഈ തുമ്പയുടെ ഇല വെച്ചിട്ട് നമ്മൾ കഷായം ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ പനിക്കും കോൾഡിനൊക്കെ വേണ്ടി കൊടുക്കും. പിന്നെ ഇത് സയന്റിഫിക് ബാക്കിംഗ് ഉള്ളതാണ്. ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റിയുടെ ഒക്കെ സ്റ്റഡി ഉണ്ട്. നമ്മുടെ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, ഈക്കോളെ പോലത്തെ ബാക്ടീരിയകൾ ഉണ്ടല്ലോ, അതിനെതിരെ പ്രവർത്തിക്കുന്നുള്ള സയന്റിഫിക് സ്റ്റഡീസ്, റിസർച്ച് പേപ്പർ ബാക്കിംഗ് ഉണ്ട്. ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ട് എന്തിനാ തുമ്പപ്പൂവിനെ ദശപുഷ്പത്തൊന്നും ഒഴിവാക്കി? എനിക്ക് ഉത്തരം കിട്ടണില്ല കേട്ടോ. എന്തായാലും പാട്ടിന് ശേഷം ഒരു ഉത്തരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു പാട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM 94.3 ടൺ കണക്കിന് ഫാൻ.